സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കാണുന്നത് നമ്മൾ കണ്ടു. ഇനി അടുത്തത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറഞ്ഞിരുന്നു. അതിൽ സർട്ടൈൻ പ്ലസ് അൺസർട്ടൈൻ ഡിജിറ്റ്സ് ഉണ്ട്. അതായത് കുറച്ച് ഇൻസിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഈ ഇൻസിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ നമുക്ക് ചില സമയങ്ങളിൽ ചില കാൽക്കുലേഷൻസിൽ കളയേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൗണ്ടിങ് ഓഫ്. അതായത് ഒരു നമ്പറിനെ നമ്മൾ റൗണ്ട് ചെയ്യും. റൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് 1 2 3 4 5 എന്നൊരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. ഇതിനെ ഒരു നെക്സ്റ്റ് ആക്യുറേറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. 1 2 3 4 5ൽ നമുക്ക് ആവശ്യമായുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അത്രയും നമ്പറിലെ ആക്യുറേറ്റ് നമ്പറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. നമ്മൾ കണ്ടിരുന്നു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നമ്മൾ ശരിക്കും അവിടെ ആക്യുറേറ്റ് മെഷർമെൻറ്റ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് 1 2 3 4 5 വരെയുണ്ട്. അതായത് 1 2 3 4 5 അതായത് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് നമുക്കുള്ളത്. ദെൻ ഇങ്ങനെയുള്ള നമ്പറുകളെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. മീൻസ് നിയറസ്റ്റ് ആക്യുറേറ്റ് നമ്പറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിലെ ഇനി ഡിഫറെൻറ്റ് റൂൾസാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നു. 1 2 6 4 1 2 6 4 എന്നുള്ളൊരു നമ്പർ കൺസിഡർ ചെയ്തു. ഇതിനെ എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. സപ്പോസ് എനിക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. എനിക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്താൽ മതി. ദെൻ 4 എണ്ണം കൊണ്ട് 3 എണ്ണത്തിലേക്ക് എനിക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഇത് 3ഉം സർട്ടൈനും ഇത് അൺസർട്ടൈനും ആണ്. ദെൻ ആക്യുറേറ്റ് വാല്യൂവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാമെന്ന് കണ്ടു. ദെൻ 1 2 6 4 ദെൻ ഇതിനെ ആക്യുറേറ്റ് ആക്കുക. അതായത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ 4നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണം. ഈ ലാസ്റ്റ് ഡിജിറ്റിനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഡിജിറ്റിനെ ഡ്രോപ്പ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അത് നമ്മൾ നോക്കുക. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ഓർ ലെസ് ദാൻ 5 ആണോ നോക്കുക. ഈ ഡ്രോപ്പ് ചെയ്യേണ്ട ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഇത് ലെസ് ദാൻ 5 ആണ്. സോ ലെസ് ദാൻ 5 ആകുമ്പം എന്ത് ചെയ്യുക? ജസ്റ്റ് ഡ്രോപ്പ് ദാറ്റ് ഡിജിറ്റ് ആൻഡ് ജസ്റ്റ് ലെഫ്റ്റ് അൺചേഞ്ച്ഡ് ഓൾ അതർ നമ്പേഴ്സ്. ബാക്കി എല്ലാ ഡിജിറ്റ്സും എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുന്നില്ല. 1 2 6 ഇനി 4 മാത്രം മാറ്റി. ദെൻ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായി? 3 എണ്ണം. ഫസ്റ്റ് റൂൾ എന്താണ്? ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ ലെസ് ദാൻ 5 ആണ്. ലെസ് ദാൻ 5 ആണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതിനെ അൺചേഞ്ച് ചെയ്യുക. ഈ പ്രൊസീഡിങ് നമ്പർ, ഇതിന് മുമ്പുള്ള നമ്പർ ഒന്നും മാറ്റാതെ തന്നെ അവിടെ വെക്കുക. ആ നമ്പറിന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തു. 4നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ബാക്കി എല്ലാ നമ്പേഴ്സും അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്തത്, സപ്പോസ് എൻ്റെ കയ്യിലെ നമ്പർ 1 2 6 8 ആയിരുന്നു വിചാരിക്കുക. 1 2 6 8. എനിക്ക് ഇതിനെ സെയിം വേ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് ഈ 3 എണ്ണം സർട്ടൈനും ഇത് എന്ന് പറയുന്ന അൺസർട്ടൈനും ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ദെൻ നമ്മൾ കണ്ടിരുന്നു സർട്ടൈൻ പ്ലസ് അൺസർട്ടൈൻ, അതാണ് ഏത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ ഇതിന് മോർ ആക്യുറേറ്റ് ആയിലേക്ക് മാറ്റുവാണ്. ദെൻ 8നെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ റൂൾ എടുക്കുക. ഗ്രേറ്റർ ദാൻ 5 ആണോ ലെസ് ദാൻ 5 ആണോ? 8 നമുക്കറിയാം 5നേക്കാളും കൂടുതലാണ്. 5നേക്കാളും കൂടുതലാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിസീഡിങ് ഡിജിറ്റ്, അതായത് ഇതിന് മുമ്പുള്ള ഡിജിറ്റ് എന്ത് ചെയ്യണം? റേസ് ബൈ 1 കൂട്ടണം. ദെൻ
ഡ്രോപ്പ് ദ ലാസ്റ്റ് ഡിജിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലാസ്റ്റ് ഡിജിറ്റിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്തു? ഇതിൻ്റെ മുമ്പുള്ള ഗ്രേറ്റർ ദാൻ 5 ആണോ നോക്കുക. ഗ്രേറ്റർ ദാൻ 5 ആണ് എങ്കിൽ ഇതിന് മുമ്പുള്ള നമ്പറിനെ ഒന്ന് കൂട്ടുക, ഇതിനെ ഡ്രോപ്പ് ചെയ്തു. ദാറ്റ് ഈസ് 1 2. ഇനി ഇവിടെയുള്ള നമ്പർ 6 ആണ്, ലാസ്റ്റ് നമ്പർ 8 ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ 5 ആണ്. ഞാൻ ഈ നമ്പറിനെ ഒന്ന് കൂട്ടി, അതായത് 6ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്ര വരും? 7 വരും. ദെൻ നമ്പർ ഈസ് 1 2 7 എന്ന് വന്നു. ദെൻ ലാസ്റ്റ് ഡിജിറ്റ്, ദാറ്റ് ഈസ് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണ് എങ്കിൽ ആ പ്രിസീഡിങ് ഡിജിറ്റിനെ എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്ത് ഈ ലാസ്റ്റ് ഡിജിറ്റ് ഡ്രോപ്പ് ചെയ്യുക. ദെൻ നമുക്ക് കിട്ടും 1 2 7 എന്ന് കിട്ടും. ദെൻ 1 2 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടു ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ ലെസ് ദാൻ 5 ആണോ ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് നോക്കി. ഇനി ഇപ്പം നമുക്ക് രണ്ടെണ്ണേ ഇപ്പോൾ കിട്ടുള്ളൂ, ഗ്രേറ്റർ ദാൻ 5ഉം ലെസ് ദാൻ 5. സപ്പോസ് 5 ആണെങ്കിലോ അതിനും നമുക്ക് ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. സപ്പോസ് ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ എനിക്ക് 1 2 6 4 അല്ല 1 2 6 5 3 ആണെന്ന് വിചാരിച്ചു. 1 2 6 5 3. ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? ഇത് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് മാറ്റണം. ഇത് 5 കഴിഞ്ഞിട്ട് നമ്പറും ഉണ്ട്. ദെൻ അതായത് ഇപ്പം ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണ്. 1 2 6 5 3 എടുത്തു. ഈ ഡ്രോപ്പ് ചെയ്യേണ്ടത് 5 ആണ്. ഡ്രോപ്പ് ചെയ്യേണ്ട 5 ആണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 5 കഴിഞ്ഞിട്ട് എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട്. സോ ആ സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ ഈ പ്രിസീഡിങ് ഡിജിറ്റ് ജസ്റ്റ് റൈസ് ബൈ 1. ദാറ്റ് ഈസ് എന്ത് ചെയ്യണം? ആ പ്രിസീഡിങ് ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ എന്ത് കിട്ടി? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കിട്ടി. ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണോ നോക്കി, 5 കഴിഞ്ഞിട്ട് നമ്പേഴ്സ് ഉണ്ടോ നോക്കി. 5 കഴിഞ്ഞിട്ട് നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? അതിന് മുമ്പുള്ള നമ്പർ റൈസ് ബൈ 1, ദെൻ ഡ്രോപ്പ് അതർ നമ്പേഴ്സ്. ദറ്റ് എന്ത് കിട്ടി? 1 2 7 എന്ന് കിട്ടി. ഇനി എനിക്ക് നമ്പർ ഇങ്ങനെ 1 2 6 5 നമ്പറാണ്. 1 2 6 5 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എനിക്ക് വേണം. 1 2 6 5 അതാണ് എൻ്റെ മെഷർമെൻറ്റിലെ നമ്പർ. എനിക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായിട്ട് ഇതിനെ മാറ്റണം. ദാറ്റ് ഈസ് 1 2 3 4. ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 3 എണ്ണേ പാടുള്ളൂ. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം? ഈ ലാസ്റ്റ് നമ്പർ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ദെൻ ഡ്രോപ്പ് ചെയ്യേണ്ട നമ്പർ 5 ആണ്. നമ്മൾ ലെസ് ദാൻ 5 കണ്ടു, ഗ്രേറ്റർ ദാൻ 5 കണ്ടു, ഈക്വൽ ടു 5 കഴിഞ്ഞിട്ട് നമ്പർ ഉള്ളത് കണ്ടു. ഇതിവിടെ നമ്പർ ഉണ്ടോ? ഇല്ല. ദെൻ ഇതിനെ നമ്മൾ എക്സാക്ട് 5 എന്ന് വിളിക്കും. ഈ സപ്പോസ് ചിലപ്പോൾ ഈ 5 കഴിഞ്ഞിട്ട് 0യും വരാം. ആ സമയത്തും ഇത് തന്നെ എന്താണ്? എക്സാക്ട് 5 ആണ്. എക്സാക്ട് 5 വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രിസീഡിങ് ഡിജിറ്റിനെ ഒന്ന് നോക്കണം. ഇതിന് മുമ്പുള്ള നമ്പറിനെ ഒന്ന് നോക്കുക. ഈ മുമ്പുള്ള ഡിജിറ്റ് ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ നോക്കണം. ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കണം. ദെൻ ഈ 5ന് മുമ്പുള്ള നമ്പർ 6, അത് എന്ന് പറയുന്നത് ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ? ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പർ എന്ന് വിളിക്കും. ഓഡ് എന്ന് പറയുന്ന ഒറ്റ സംഖ്യയും ഈവൻ എന്ന് പറയുന്ന ഇരട്ട സംഖ്യകളുമാണ്. ഇനി 6 എന്ന് പറയുന്ന ഈവൻ നമ്പറാണ്. ദെൻ ഈവൻ നമ്പർ ആണ് എങ്കിൽ എന്ത് ചെയ്യുക? ആ നമ്പറിനെ ലെഫ്റ്റ് അൺചേഞ്ച്ഡ് ആക്കുക. എന്ത് ചെയ്ത് മാറ്റണ്ട, ഇതിങ്ങനെ തന്നെ ഇട്ടാൽ മതി. എന്ത് ചെയ്തോളുക? ആ 5 ഡ്രോപ്പ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 1 2 6 എന്ന് കിട്ടും. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലാണ് ഇത് നമ്മൾ എഴുതിയത്. വേണ്ടത് നമുക്ക്. ദെൻ 5നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. എന്ത് ചെയ്യണം? ഈ പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് ഈവൻ ഓർ ഓഡ് ആണെന്ന് നോക്കുക. ഈവൻ ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ദ ലെഫ്റ്റ് അൺചേഞ്ച്ഡ്,
അത് അങ്ങനെ തന്നെ മാറ്റാതെ അങ്ങനെ തന്നെ വെച്ചോളുക. എന്ത് ചെയ്തോളുക? ഡ്രോപ്പ് ചെയ്യുക, 5നെ ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ 126 എന്ന് കിട്ടി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. എത്ര നമ്പർ കിട്ടി? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കിട്ടി. ഇനി സപ്പോസ് എൻ്റെ കയ്യിൽ നമ്പർ 1235 ആയിരുന്നു. 1235 ആയിരുന്നു എങ്കിൽ എനിക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. ദെൻ ഇത് റൗണ്ട് ഓഫ് ചെയ്യുമ്പം എന്ത് ചെയ്യണം? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇപ്പോൾ ഉള്ളത് എത്ര എണ്ണമാണെന്ന് നോക്കുക. 1 2 3 4 4 ഉണ്ട്. നമുക്ക് എത്രയിലേക്ക് മാറ്റേണ്ടത്? 3 എണ്ണത്തിലേക്ക് മാറ്റണം. ദെൻ 1 2 3 ഇതുവരെ പാടുള്ളൂ. ബാക്കി എന്ത് ചെയ്യണം? നമുക്ക് കളയണം. ദെൻ നോക്കണം, ലെസ് ദാൻ 5 ഗ്രേറ്റർ ദാൻ 5 ഈക്വൽ ടു 5. ഇതെന്താണ്? ഈക്വൽ ടു 5 ആണ്. ദെൻ ഇവിടെയും കണ്ടത് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തേ? ഇതിന് മുമ്പുള്ള നമ്പർ നോക്കി, പ്രിസൈഡിങ് ഡിജിറ്റ് നോക്കി. ദാറ്റ് ഈസ് ഇവിടെ പ്രിസൈഡിങ് ഡിജിറ്റ് 6 ആയിരുന്നു. അവിടെ എന്ത് ചെയ്യണം? ഈവൻ ആണോ ഓഡാണോ നോക്കണം. ഇത് ഈവൻ നമ്പർ ആയിരുന്നു, ഇതൊന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ വെച്ചു, ബാക്കി ലീവ് ചെയ്തു. സെയിം വേ ഇവിടെ എന്ത് ചെയ്യണം? ഇതിന് മുമ്പുള്ള നമ്പർ ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ നോക്കുക. ദെൻ 5ന് മുമ്പിലുള്ള നമ്പർ 3 ആണ്. 3 എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡാണോ? ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയും ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയും. ദെൻ 3 എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് ഓഡ് നമ്പറാണ്. സോ എന്ത് ചെയ്യണം? ഈ നമ്പറിൻ്റെ കൂടെ 1 കൂട്ടണം. 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയായി? 4 ആയി. എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി ഡിജിറ്റ്സ് ഇതിന് ശേഷമുള്ള ഡിജിറ്റ്സ് ഡ്രോപ്പ് ചെയ്യണം. ദെൻ നമുക്ക് ആൻസർ കിട്ടും 1 2. ഈ 3 എന്ത് ചെയ്യണം? 1 റേസ് ചെയ്തു, ദാറ്റ് ഈസ് 4 ആയി. 1 2 4 നമുക്കുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എത്രയായി? 3 ആയി. ദെൻ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 എണ്ണമായി. ഇതിനെ നമ്മൾ 3 സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു? റൗണ്ട് ഓഫ് ചെയ്തു, ആക്യുറേറ്റിലേക്ക് നമ്മൾ എടുത്തു. ദെൻ 1 2 4 കിട്ടി.